ഇന്ന് നമ്മൾ പോകുന്നത് ഷെയ്ഖ് സായിദ് മോസ്കിലേക്കാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് ചെയ്യാനുള്ള ട്രാൻസിഷന്റെ ഫസ്റ്റ് പോർഷനാണ് നിങ്ങൾ ആദ്യം കണ്ടത്. കസിൻസിന്റെ കൂടെയാണ് നമ്മൾ മോസ്കിലേക്ക് പോകുന്നത്. ഉണ്ണിന്റെ ഡ്രൈവിംഗ് സ്കിൽ കണ്ടിട്ട് എനിക്ക് ഓളോട് ക്രഷ് അടിച്ചു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഐ ലവ് വിമൻ ഹൂ നോ ഹൗ ടു ഡ്രൈവ് എ കാർ. അങ്ങനെ നമ്മൾ മോസ്കിന്റെ മെയിൻ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് പാർക്കിംഗ് ഏരിയയിലോട്ട് പോകണം. ഈ കാണുന്നതാണ് മോസ്ക്. നമ്മളിത് കാണുമ്പോൾ അടുത്താന്ന് നമുക്ക് തോന്നുമെങ്കിലും ഒരുപാട് ദൂരമുണ്ട് അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഈ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് 2007 കംപ്ലീറ്റ് ചെയ്തത്. ഒരേ ടൈമിൽ 40,000 വർഷിപ്പേഴ്സിനെ വരെ നമുക്ക് ഇതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ പാർക്കിംഗ് സൗകര്യം ഉണ്ട്. പാർക്ക് ചെയ്തതിന് ശേഷം നമ്മളൊരു മോളിലേക്കൂടെയാണ് മോസ്കിലേക്ക് പോകേണ്ടത്. ആൻഡ് മോസ്കിലേക്ക് വരുന്നവർക്ക് ഒരു സർട്ടൻ ഡ്രസ് കോഡ് ഉണ്ട്. സ്ത്രീകളാണെങ്കിൽ അവരുടെ ഹാൻഡ്സ് ആൻഡ് ഹെഡ് ഷുഡ് ബി ഫുള്ളി കവേർഡ്. ഇനി നിങ്ങൾ വരുമ്പോൾ ചെറിയ സ്ലീവിലെ ഡ്രസ്സാണ് ഇട്ടെങ്കിൽ ഇവിടെ നമുക്ക് വാടകയ്ക്ക് ഡ്രസ്സും ഉണ്ട്. പക്ഷേ ആധാരം പണയം വെക്കേണ്ടി വരും. ഏകദേശം നാട്ടിലെ 15,000 രൂപയാണ് ഒരു ഡ്രസ്സ് വാടകയ്ക്ക് എടുക്കാൻ നമ്മൾ കൊടുക്കണ്ടേ. പിന്നെ അബയ തന്നെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ എനിക്കത് ഇടാനൊരു ഇഷ്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് നേരത്തെ ചോദിച്ച് വാങ്ങിച്ചൊരു ഡ്രസ്സായിരുന്നു ഞാൻ ഇട്ടേക്കുന്ന പർദ്ദ. ഒരുപാട് സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറ്റുന്നത്. അബുദാബി എന്നെ വീണ്ടും വീണ്ടും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അമ്പലം കണ്ടിട്ടാണെങ്കിൽ ഇന്ന് മോസ്ക് കണ്ടിട്ടായിരുന്നു. ഇത്രയും അടിപൊളി ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഞാൻ എൻ്റെ ലൈഫിൽ വേറെ എവിടെയും കണ്ടിട്ടില്ല. വൺ ഓഫ് ദ ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ മോസ്ക് ഇൻ ദ വേൾഡ് ആണ് ഈ ഷെയ്ഖ് സായിദ് മോസ്ക്. അത് നമുക്ക് നേരിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ മൊത്തം പള്ളി ഉണ്ടാക്കിയത് വൈറ്റ് മാർബിളിലാണ്. അതുപോലെ തന്നെ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ളതാണ് അകത്ത് വരുന്നത്. പള്ളീൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്തോറും ഈ ഒരു പെയിന്റിങ്ങും ഈ ഒരു വിൻഡോയും ഈ ലൈറ്റിങ്ങും ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ അങ്ങ് വണ്ടടിച്ചു പോകും. മനുഷ്യന്മാർക്ക് ഇത്രയും ക്രിയേറ്റീവ് ആവാൻ പറ്റുമെന്ന് തോന്നിപ്പോകും. ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ ലൈറ്റ് ഹാങ്ങിങ്ങും അതുപോലെ തന്നെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഏറ്റവും വലിയ കാർപ്പറ്റും ഈ മോസ്കിലാണ്. പിന്നെ ചോദിക്കാൻ വിട്ടുപോയി, എങ്ങനെയുണ്ട് എന്നെ ഉമ്മച്ചിക്കുട്ടിയായിട്ട് കാണാൻ?